കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. തെരഞ്ഞെടുപ്പിൽ UDF വിമതൻ P. കുട്ടിയാസന്റെ വോട്ട് LDFന് ലഭിച്ചത് ചർച്ചയായി. നേരത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ P. കുട്ടിയാസൻ ഇരുമുന്നണികളെയും പിന്തുണയ്ക്കാതെ വിട്ടുനിൽക്കുകയായിരുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും 5 വീതവും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും 4 വീതം അംഗങ്ങളുമാണുള്ളത്. അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ UDF വിമതൻ 11ാം വാർഡിൽ നിന്ന് വിജയിച്ച P. കുട്ടിയാസൻ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത് ചർച്ചയായി. UDF 13, LDF 5, UDF വിമതൻ എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. ഇതിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനായി വോട്ടെടുപ്പ് നടന്ന സമയങ്ങളിലെല്ലാം കുട്ടിയാസന്റെ വോട്ട് LDFനായിരുന്നു. ഇതോടെ LDFന് 6 വോട്ടുകൾ നേടാനായി. നേരത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ P. കുട്ടിയാസൻ ഇരു മുന്നണികളെയും പിന്തുണയ്ക്കാതെ വിട്ടുനിൽക്കുകയായിരുന്നു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാ ടോം, KV നിയാസ്, സുസ്മിന, സുഹാസ്, സിസിന പ്രവീൺലാൽ എന്നിവരും, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കസ്ന ഹമീദ്, MP ജുമൈല, SA നാസർ, മുഹമ്മദ് യൂസഫ്, C. ഹരീഷ് എന്നിവരുമാണ് അംഗങ്ങൾ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആയിഷ ചേലപ്പുറത്ത്, പ്രേമ, ഹസീന പുതിയോട്ടിൽ, സന്തോഷ് സെബാസ്റ്റ്യൻ എന്നിവരും, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഷീജ, TP ഷറഫുദ്ദീൻ, അഹമ്മദ് കുട്ടി പൂളത്തൊടി, P. കുട്ടിയാസൻ എന്നിവരും അംഗങ്ങളാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ് നടക്കുക. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി കസ്ന ഹമീദ്, ക്ഷേമകാര്യ അധ്യക്ഷയായി ആയിഷ ചേലപ്പുറം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി TP ഷറഫുദ്ദീൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യവും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് UDFൽ ധാരണയായതായാണ് അറിവ്. CTV പ്രാദേശിക വാർത്ത, മുക്കം.